ഇതൊരു നല്ല ചോദ്യമാണ്. ഒത്തിരി കുട്ടികൾക്ക് സംശയമുള്ള ഒരു ചോദ്യമാണിത്, അല്ലെങ്കിൽ ഒത്തിരി തവണ ഡൗട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, എക്സ് ഒരു ഒറ്റ സംഖ്യയാണ് മക്കളെ. എക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംഖ്യയാണ്. എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടി. ക്ലിയർ ആണോ? എക്സ് എത്ര? എക്സിന് താഴേക്ക് ഇങ്ങനെ ഒറ്റ സംഖ്യകൾ ഓരോന്നുണ്ടെന്ന് വിചാരിക്കുക. എക്സ് ഒരു ഒറ്റ സംഖ്യയാണ്, എക്സിന് താഴേക്ക് കുറേ ഒറ്റ സംഖ്യകളുണ്ട്. ഈ എക്സിന് താഴേക്കുള്ള എല്ലാ ഒറ്റ സംഖ്യകളും കൂട്ടിയപ്പോഴാണ് 169 കിട്ടിയത്. അതിൽ എക്സ് ഉൾപ്പെട്ടിട്ടില്ല. കണ്ടോ? എക്സ് ഒരൊറ്റ സംഖ്യയാണ്, എക്സിന് താഴേക്കുള്ള എല്ലാ ഒറ്റ സംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടിയെങ്കിൽ എക്സ് എത്ര? അപ്പോൾ എക്സ് വരാതെ എക്സിന് താഴേക്കുള്ള ഒറ്റ സംഖ്യകളാണ് കൂട്ടിയേക്കണേ. ക്ലിയർ ആണോ മക്കളെ? ഇനി ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? എൻ സ്ക്വയർ എന്നുള്ളതാണ് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ എക്സിന് താഴെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളും കൂട്ടിയപ്പോൾ 169 കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ എന്ന് പറയുന്നതാണ് 169. അതിൽ നിന്ന് എൻ ഈസ് ഈക്വൽ ടു √169 എന്ന് കിട്ടും, അതായത് 13 എന്ന് കിട്ടും. അപ്പം നമുക്ക് മനസ്സിലായി ആദ്യത്തെ 13 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169 അല്ലേ? ആദ്യത്തെ 13 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയാ മക്കളെ? 13ാമത്തെ ഒറ്റ സംഖ്യ ഏതാ? 13ാമത്തെ ഒറ്റ സംഖ്യ 25 മക്കളെ. 13ാമത്തെ ഒറ്റ സംഖ്യ 25 അല്ലേ? അപ്പം 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ എക്സിൻ്റെ വില 27 ആണ്. കണ്ടോ? 27 എക്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, എക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സംഖ്യയാണ്. ഓക്കെ, ഏതാണ് നമുക്കറിയില്ല. എക്സിന് താഴേക്ക് കുറേ ഒറ്റ സംഖ്യകളുണ്ടെന്ന് വിചാരിക്കുക. എക്സിന് താഴേക്കുള്ള ഒറ്റ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോഴാണ് 169 കിട്ടിയത്. അപ്പം നമ്മൾ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169 എന്ന് കണ്ടുപിടിക്കുക. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ എൻ സ്ക്വയറാണ്. എൻ സ്ക്വയറിൻ്റെ വിലയാണ് 169. അതിൽ നിന്ന് എൻ ഈസ് ഈക്വൽ ടു 13 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യത്തെ 13 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169. ഓക്കെ, ഒന്നാമത്തെ ഒറ്റ സംഖ്യ 1, രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3, മൂന്നാമത്തെ ഒറ്റ സംഖ്യ 5, അങ്ങനെ 13ാമത്തെ ഒറ്റ സംഖ്യ 25 മക്കളെ അല്ലേ? അപ്പോൾ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169. ഇനി എക്സിന് താഴെയുള്ള ഒറ്റ സംഖ്യകൾ എന്നല്ലേ? അപ്പോൾ എക്സ് 27 ആണെങ്കിലല്ലേ എക്സിന് താഴെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പം 25 വരെയുള്ള ഒറ്റ സംഖ്യകൾ ഉൾപ്പെടുത്തുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വില ഇവിടെ എത്ര കിട്ടും? 27 കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കണം. നമ്മൾ ഫ്രീ ആയിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം ചെയ്തോളുക. ചെയ്തിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഓരോ എക്സാമുകൾക്കും ആവശ്യമായ മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കാൻ മറക്കണ്ട. LDCക്ക് വേണ്ടിയുള്ളതുണ്ട്, VFAക്ക് വേണ്ടിയുള്ളതുണ്ട്, LPUP ഉണ്ട്, LGS ഉണ്ട്, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടിയുള്ളതുണ്ട്, 10th ലെവൽ 12th ലെവൽ എല്ലാത്തിന്റെയും പ്ലേലിസ്റ്റ് തിരിച്ച് മാത്സിന്റെ ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ മിസ്സാക്കരുത്, മറക്കണ്ട. ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കണ്ട. താങ്ക്